സമ്മേളന വേദിയിലെ മറ്റൊരു കൗതുക കാഴ്ചയാണ് അടിമുടി കോൺഗ്രസ് ആയിരുന്നവർ, ഇന്നലകളിൽ ഈ പ്രസ്ഥാനത്തെ കണ്ണും പൂട്ടി വിമർശിച്ചിരുന്നവർ ഇന്ന് ഇതിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ എന്തായിരുന്നു പുറത്തുനിന്ന് കണ്ടപ്പോഴുള്ള അനുഭവമെന്നും ഇതിനകത്ത് വന്നതിന് ശേഷം ഇന്നലകളിൽ ഉണ്ടായിരുന്ന വിചാരങ്ങൾ എങ്ങനെ പൊളിഞ്ഞു എന്ന് തെളിയിക്കുന്ന രണ്ട് വാചകങ്ങൾ. അതായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പുറത്ത് പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾക്കപ്പുറം, തെറ്റിദ്ധാരണകൾക്കപ്പുറം അതിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ എന്തായിരുന്നു ഈ പ്രസ്ഥാനം എന്നതിനെ സംബന്ധിച്ച് അവർ തന്നെ പറയുന്നത് കേൾക്കുന്നത് മനോഹരമാണ്. കഴിഞ്ഞ സമ്മേളനത്തിന് എറണാകുളത്ത് പങ്കെടുക്കുമ്പോൾ ഞാനൊരു സൗഹാർദ്ദ പ്രതിനിധിയായി ഉദ്ഘാടന സമ്മേളനത്തിൽ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. ഇത്തവണ ഒരു പ്രതിനിധിയായിക്കൊണ്ട് മുഴുവൻ സമയവും സമ്മേളനത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഭവമാണ്, വലിയൊരു സന്തോഷം. പാർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്നു. തീർച്ചയായും CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി, അതിന്റെ ഒരു കെട്ടുറപ്പ്, അതിന്റെ രീതികൾ, അതെല്ലാം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാതൃകയാക്കേണ്ടതാണ്. തുറന്ന ചർച്ചകള്, ആനുകാലികമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച, പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളുടെ ക്രോഡീകരണം, അതിനകത്തുനിന്നൊരു തീരുമാനം, ഒരു പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് CPIM-നെ കണ്ടുപിടിക്കും. നല്ല കൗതുകത്തിലായിരിക്കും ഇത്തവണത്തെ സമ്മേളനത്തിലേക്ക് വരുന്നത്. ഈ വലിയ ഒരു ഉത്തരവാദിത്തം ഒരു പാർട്ടി എത്ര ഗൌരവപൂർവ്വമായി കാണുന്നു എന്നുള്ള ആ ബോധ്യമാണ് എനിക്ക് വരുന്നത്. അത് കൗതുകത്തിനും അപ്പുറം നിൽക്കുന്ന ഒരു ഇതാണ് നടക്കേണ്ടത് എന്നുള്ള ബോധ്യമാണ്. ആ ബോധ്യത്തിനനുസരിച്ച് ഈ പാർട്ടി എത്രയോ കാലമായി നടത്തുന്ന ഈ പ്രക്രിയ, ജനങ്ങളെ കേൾക്കുക, അത് ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനത്തിന് വരുന്ന പ്രതിനിധികളെ വരെ കേൾക്കുക. പ്രാതിനിധ്യ സ്വഭാവമുള്ള മനുഷ്യരാണല്ലോ ഇവിടെ വരുന്നത്. അത് ആരെ പ്രതിനിധാനം ചെയ്യുന്നു അവരെ കേട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ, വസ്തുതകളെ വിലയിരുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നയം രൂപീകരിക്കുക എന്ന് പറയുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് അതിന്റെ നേതൃത്വത്തിന് ഉണ്ടാക്കിയെടുക്കാൻ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും ഒക്കെ ചില്ലറ കാര്യമല്ല. അതിനുള്ളൊരു ത്രാണി, അതാണ് അതിന്റെ ഒരു വാക്ക്, പ്രാപ്തി. ഇന്നിപ്പോ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് CPM-ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്രഹസനങ്ങളാണ്, കാട്ടിക്കൂട്ടലുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് CPM എത്രത്തോളം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതാണ് എന്നുള്ളത് അടിവരയിട്ട് തെളിയിക്കുന്നതിന്റെ സംസ്ഥാന തലത്തിലുള്ള അതിന്റെ ലാസ്റ്റ് എക്സസൈസ് ആണ്. ഇനി പാർട്ടി കോൺഗ്രസ് ആണല്ലോ അടുത്ത ഘട്ടം. CPM അംഗീകരിക്കുകയും ഒപ്പം ചുമതലകൾ നൽകുകയും കൂടിയാണ്. അതെ, സ്വാഭാവിക. CPM അതിൽ കണ്ടെത്തുന്ന നേതൃനിരയെ അവർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികൾക്കൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന് അവർ ഇതുവരെ കണ്ടുപഠിച്ചു. ഇനി കൊണ്ടു നടന്ന് പഠിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി കൈമാറുന്ന സമ്മേളനങ്ങളാണല്ലോ ബ്രാഞ്ച് മുതലും സംസ്ഥാനം വരെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കളരി കൂടിയാണ്, പരിശീലന കളരി കൂടിയാണ്. അടുത്ത തലമുറയിലേക്ക് ഇതിന്റെ നേതൃത്വത്തിനെ കൈമാറുന്നതിന് വേണ്ടി കൂടി കൃത്യമായി അതിനെ ചലിപ്പിക്കുന്ന ഒരു സംവിധാനമാണിത്. സൗഹാർദ്ദ പ്രതിനിധിയാണ്, അടുത്ത വർഷം പ്രതിനിധിയായി വരാം. അത് പാർട്ടിയാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. മെമ്പർഷിപ്പ് ആദ്യം കിട്ടണം. മെമ്പർഷിപ്പ് കിട്ടിയ ശേഷമുള്ള കാര്യമില്ല. അതൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കും, അതിന്റെ ചിട്ടയ്ക്ക് നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഇത് കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നാട് കേൾക്കേണ്ടതാണ്. ഇടതുവിരോധ അന്ധത ബാധിച്ചവർ ഇവരുടെ വാക്കുകൾ കേൾക്കണം. കാര്യം ഇതിലേക്ക് കടന്നു വന്നതിന് ശേഷം അസംതൃപ്തരാകണമല്ലോ. പുറത്തുനിന്ന് ഈ പ്രസ്ഥാനത്തിനകത്ത് ജനാധിപത്യമില്ല എന്ന് വിമർശിക്കുന്നവർ ഇതിൻ്റെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ, ഇതിൻ്റെ ചിട്ടാവട്ടങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ, ഇന്നലകളിൽ കോൺഗ്രസ് ആയിരുന്ന മനോഭാവങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കെൽപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? കുതുകാൽ വെട്ടും പാരവെപ്പിനും അപ്പുറം എന്താണ് സംഘടനാ പ്രവർത്തനമെന്നും മറ്റൊന്നും ആഗ്രഹിക്കാതെയും ആശിക്കാതെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനേകായിരം മനുഷ്യരുകളെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇന്നലകളിൽ നിന്ന് പ്രസ്ഥാനത്തിൽ ഒപ്പം നിന്നവർ കൂടെ നിന്ന് കാലുവാരി പോയതിൻ്റെ അനുഭവത്തിനപ്പുറം സംഘടനാ പ്രവർത്തനം കണ്ടുപഠിക്കേണ്ടതുണ്ടെന്ന് അവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ അവർ മാറിയിരിക്കുന്നു. പുറത്തും മനസ്സിലും പറ്റിപ്പിടിച്ചിരുന്ന ആ ചെളിയും കറയുമെല്ലാം അവർ നീക്കി അടിമുടി മനുഷ്യരായിരിക്കുന്നു. മനുഷ്യരുടെ പക്ഷത്ത് നിന്ന് കാഴ്ചകൾ കാണാൻ തുടങ്ങിയപ്പോൾ കാഴ്ചകൾ വിശാലമായിരിക്കുന്നു. മാനസികമായി അവരും സഖാക്കളായിരിക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. സരിനും
അനിൽകുമാറും മാധ്യമങ്ങളോട് പങ്കുവച്ച വാക്കുകൾ, ആ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിൻ്റെയും മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഈ സംഘടനയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന പറയുന്ന പല വിടുവായത്തരങ്ങൾക്കുമുള്ള മറുപടിയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ജനാധിപത്യം എന്ന വാക്കിൻ്റെ തണലിൽ നിന്ന് പരസ്പരം മണ്ടയടിച്ച് കീറാൻ നിൽക്കുന്നതിനപ്പുറം ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ സംഘടനാപരമായ പ്രവർത്തനങ്ങളിലൂടെ ഓരോരുത്തർക്കും അർഹതപ്പെടുന്നത് എങ്ങനെയാണ് സ്വാഭാവികമായി ലഭ്യമാകുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ തിരിച്ചറിവുണ്ടാകുകയാണ്. സംഘടനാ പ്രവർത്തനം എന്നത് ഇന്നലകളിൽ ചെയ്തുകൊണ്ട് കിടന്ന എന്തോ ഒരു ആൾക്കൂട്ട പ്രവർത്തനങ്ങൾക്കപ്പുറം ചിട്ടയായിട്ടുള്ള അച്ചടക്കമുള്ളൊരു പ്രവർത്തനമാണെന്ന് അവരും പഠിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇടതുപക്ഷം വ്യത്യസ്തമാണെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ആ സംഘടനാ സംവിധാനത്തെ പുറത്തുനിന്ന് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കുന്നവർ ജീവിതത്തിൽ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നവരുടെ വാക്കുകൾ കേട്ടിട്ട് പ്രതികരിച്ചാൽ നാളുകളിൽ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ മറുപടി പറയേണ്ടി വരുമ്പോൾ വലിയ ചളിപ്പുണ്ടാകില്ല എന്ന് മാത്രമേ പറഞ്ഞു വയ്ക്കാനുള്ളൂ.